Today we are going to do a problem in the chapter electricity. I just read the question. How much work is done in moving a charge of 2 coulomb across 2 points having a potential difference 12 volt? I repeat the question. How much a work is done in moving a charge of 2 coulomb across 2 points having a potential difference 12 volt. So we just do the problem. First of all, we have to rewrite the given information. Q equal to 2 coulomb. Okay. Then what is given? Potential difference equal to 12 volt. We have studied that potential equal to work per charge. From that we get W equal to QV, cross multiplication. Clear? So just put the value here, 2 coulomb into 12 volt. ഈ യൂണിറ്റ് ഇവിടെ പുട്ട് ചെയ്യേണ്ട ആവശ്യം ഡിപ്പെൻസ് ഓക്കെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. 2 into 12 24 കൂളും വോൾട്ട്. ആക്ച്വലി ദ SI യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ്? ജൂളാണ്. സോ ഇറ്റ് ഇസ് 24 ജൂൾ. സോ ഇറ്റ് ഇസ് 24 ജൂൾ. ഓക്കെ, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. Now we can do the next problem. I just read the question. How much current will an electric bulb draw from a 220 volt source if the resistance of the bulb filament is 1200 ohm? The second question. How much current will an electric heater coil draw from a 220 volt source if the resistance of the heater coil is ohm? How much current will an electric bulb draw from a 220 volt source എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇവിടെ തന്ന ഇൻഫർമേഷൻ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ. The potential difference is given 220 volt. Potential difference is given. We just write the value. Then if the resistance of the bulb filament is 1200 ohm, so the resistance is also given. നമുക്കതും എഴുതാം. ഓക്കെ, ചോദ്യം എന്താണ്? ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് കറണ്ട് വിൽ എൻ ഇലക്ട്രിക് ബൾബ് ഡ്രോ എന്നാണ്. ഹൗ മച്ച് കറണ്ട്, കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ്. നോക്കുക, VRI, ഈ 3 ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണെന്ന് ഫസ്റ്റ് യു ഹാവ് ടു തിങ്ക്. വി നോ V equal to IR, that is Ohm's law. Okay, here we want to find the value of I. So just rearrange this equation. Means V by R. Cross ചെയ്യാം. R ഈ ഭാഗത്തേക്കാണ്, ഇവിടെ I മാത്രം. Clear? V by R. Then put the values here. V 220 volt by R 1200 ohm. Clear? 1200 ohm. ദെൻ എന്താണ്, നമുക്കിതൊന്ന് എന്താണ് കട്ട് ഷോട്ട് ചെയ്യണം. കട്ട് ഷോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിക്കാം. സൈഡിൽ എഴുതിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെന്നുകൊണ്ട് തന്നെ കട്ട് ചെയ്യാം. നമ്മൾ മെയിൻ പോർഷനിൽ ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ യൂസ് പെൻസിൽ ടു കട്ട് ഷോട്ട്. സോ 0യും 0യും കട്ടായി. ദെൻ 22ഉം 120. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60. 11/60. ഇനി നമുക്ക് നോർമൽ ഡിവിഷനേ പറ്റുള്ളൂ. 11/60. ഇപ്പോൾ 0. ഇതൊക്കെ മൈൻഡിലൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ 1 ടൈം 60. 2 ടൈം ചെയ്താൽ അവിടെ 120 വരും. ഇപ്പോൾ 1 ടൈമേ പറ്റുള്ളൂ. സോ ഇവിടെ 5. ദെൻ നെക്സ്റ്റ് 0. അപ്പോൾ ഇതിൽ അപ്പോൾ എങ്ങനെ നോക്കുന്നത് വെച്ചാൽ 500 അല്ലേ. അപ്പോൾ ആദ്യത്തെ 0 ഇവിടെ വരും മൾട്ടിപ്ലൈ ചെയ്താൽ. ദെൻ ഇടുന്ന ഡിജിറ്റ് കൊണ്ട്
ഈ 6നെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ 8 × 6 48. ഓക്കെ, ഏകദേശം കറക്റ്റ് ആയിരിക്കും. 480. ദെൻ 20 ആണ്. 200ൽ നമുക്ക് 63 ടൈംസേ പോവുള്ളൂ, 180 വരെ. പിന്നെ ദെൻ 20 ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റേ വേണ്ടതുള്ളൂ. സോ 0.18. ഇത് അപ്രോക്സിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇവിടെ 3 ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഡിജിറ്റ് ഇൻക്രിമെൻ്റ് ഒന്നും ചെയ്യില്ല. എസ്റ്റിമേഷൻ ചെയ്താലും ഇത് തന്നെയാണ് കിട്ടുക. ഇത് 0.18 ആംപിയർ. ക്ലിയർ? ശ്രദ്ധിക്കുക, ഇത് അപ്രോക്സിമേറ്റ് 0.183നെ നമ്മൾ എന്താണ് അപ്രോക്സിമേറ്റ് ചെയ്യുക. ഇത് 3 <5 ആയതുകൊണ്ട് ഇത് ഇൻക്രിമെൻ്റ് ആവില്ല. 0.18 ആണ്. സിൻസ് ഇറ്റ് ഇസ് കറണ്ട്, ദ യൂണിറ്റ് വിൽ ബി ആംപിയർ. സോ ഐ വാല്യൂ വിൽ ബി 0.18. ഇനി അതിൻ്റെ ബി സെക്ഷൻ ഉണ്ട് നമുക്ക് ചെയ്യാൻ. ചോദിച്ചത് ഹൗ മച്ച് കറണ്ട് വിൽ എൻ ഇലക്ട്രിക് ഹീറ്റർ കോയിൽ ഡ്രോ. ഹൗ മച്ച് കറണ്ട്, again we have to find value of I. ഇനി എന്തൊക്കെയാണ് പ്രൊവൈഡഡ് ഫ്രം ഈ 220 വോൾട്ട് സപ്ലൈ. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് again 220 വോൾട്ട് ആണ്. ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ കോയിൽ, നേരത്തെ നമ്മൾ ബൾബിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞ, ഈ ബി ക്വസ്റ്റിൻ്റെ ബൾബല്ല, ഹീറ്റർ കോയിലാണ്. സോ ആ ഹീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് ഇസ് ഗിവൺ 100 ohm. ക്ലിയർ? സോ എഗൈൻ നമുക്ക് എന്താണ് സെയിം സംഭവം തന്നെയാണ് യൂസ് ചെയ്യാനുള്ളത്. V equal to IR, I equal to V by R, then here V 220 volt, then by 100 ohm. It is very easy, റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പെൻസിൽ കൊണ്ട് കട്ട് ചെയ്യുക, 0 0 സൈഡിൽ ചെയ്യാം. 22/10 ചെയ്താൽ 2 കൊണ്ട് കട്ട് ചെയ്യാം. ഇത് 11 വരും, ഇത് 5 വരും. 11/5. ഇതൊക്കെ മൈൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തു. റിമൈൻഡർ 1. സോ 0 കൂടെ അതിന് ഡെസിമൽ ഇട്ടു. അപ്പോൾ 2 × 5 10 ഫുള്ളി ഡിവൈഡഡ് 2.2 ആംപിയർ. 2.2 ആംപിയർ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണല്ലോ. ഇവിടെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ബൾബാണെങ്കിലും ഈ റെസിസ്റ്റർ എന്താ പറയുക ഹീറ്റർ കോയിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾ നോക്കിയ ഒരു ബൾബ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 0.18 ആംപിയറേ വേണ്ടതുള്ളൂ. എന്നാൽ ഒരു ഹീറ്റർ കോയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2.2 ആംപിയർ വേണം. ക്ലിയർ? വിച്ച് വൺ നീഡഡ് മോർ കറണ്ട്? ദിസ് വൺ. ക്ലിയർ ആണല്ലോ. ഹീറ്റർ കോയിലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സെയിം പേജ് നമ്പറാണ്. എക്സാമ്പിൾ 12.4. Okay, I just read the question for you. The potential difference between the terminals of an electric heater is 60 volt when it draws a current of 4 ampere from the source. What current will the heater draw if the potential difference is increased to 120? I repeat, നമുക്ക് given informations ഒക്കെ എഴുതി വയ്ക്കാം. The potential difference between the terminals of electric heater 60 volt. Potential difference V ആണ്, 60 volt. When it draws a current of 4 ampere means current is given 4 ampere. നല്ല കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, 4 ആംപിയറോളം യൂസ് ചെയ്യുന്നുണ്ട് from the source. What current will the heater draw if the potential difference is increased to 120? ഇപ്പം V എന്ന് പറയുന്നത് 60 ആണ്. If it is increased to V new എന്നാണ് ഞാൻ കൊടുക്കുന്നത്. V new എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒന്നുമല്ല, ഇത് 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നുണ്ട്. നമുക്ക് അവരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇയാളെ ജസ്റ്റ് V എന്നും ഇയാളെ V new എന്നും റെപ്രസെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ക്ലിയർ? ഇനി അങ്ങനെ കൊടുക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നോക്കുക, നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ആദ്യം V ഈക്വൽ ടു 60 വോൾട്ട് ആണ്. ദെൻ ആ ഒരു V ഇൻക്രീസസ് ടു 120 വോൾട്ട്. അപ്പോൾ ഈ V ഇൻക്രീസസ് ടു 120 വോൾട്ട് ആവുമ്പോൾ അവിടെ എത്ര കറണ്ട് എന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ക്ലിയർ? ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ഇനീഷ്യലി ഒരു സർക്യൂട്ട് ഉണ്ട്.
ആ സർക്യൂട്ടിൽ എന്താണ് V60 വോൾട്ട് ആയിരുന്നു. ആ സമയത്തുള്ള കറണ്ട് 4 ആംപിയർ ആണ്. ഈ സെയിം സർക്യൂട്ടിൽ തന്നെ ഇഫ് വി ഇൻക്രീസസ് ദ വോൾട്ടേജ് ടു 120 വോൾട്ട് ദെൻ ആ ടൈമിലുള്ള കറണ്ട് എത്രയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഇത് രണ്ടും സെയിം സർക്യൂട്ടിൽ ആണല്ലോ. ഹിയർ സെയിം സർക്യൂട്ട്, ഇത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. സെയിം സർക്യൂട്ടാണ്. സോ എന്താണ് സെയിം സർക്യൂട്ടാണ്, പ്രത്യേകിച്ച് നമ്മൾ വോൾട്ടേജ് ബാറ്ററി മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ. സോ വിയും ഐയും വെച്ചിട്ട് നമുക്ക് എന്തറിയാം, വി ഈക്വൽ ടു ഐ ആർ എന്നറിയാം. സോ ആർ ഈക്വൽ ടു വി ബൈ ഐ ആണല്ലേ. സോ എന്താണ്, നമുക്കിതിൽ വാല്യൂ പുട്ട് ചെയ്താൽ V60/4 ചെയ്താൽ 15 ഓം എന്ന് കിട്ടും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. സോ ഓം ഈസ് ദ യൂണിറ്റ്. 60/4 ചെയ്താൽ 15 ആണ് കിട്ടുക. 60/4 ചെയ്താൽ 20. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ദെൻ ഈ സെയിം സർക്യൂട്ടിൽ തന്നെയാണ് നമ്മൾ എന്താണ് ഈ ഒരു ഇൻക്രിമെൻറ്റ് നടത്തുന്നത്. സോ നമ്മളുടെ ന്യൂ ഇക്വേഷൻ വി ന്യൂ എല്ലാവരുടെയും ഓംസ് ലോ അപ്ലിക്കബിൾ ആണ്. ഐ ന്യൂ ഇൻറ്റു സെയിം ആർ, റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ തന്നെ ടീച്ചേഴ്സിന് മനസ്സിലാവും. സോ ഐ ന്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സോ വി ന്യൂ ബൈ ആർ. അപ്പോൾ വി ന്യൂയുടെ വാല്യൂ എന്താണ് 120. ദെൻ ആറിൻ്റെ വാല്യൂ എന്താണ് 15. ആ ആർ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോർഷൻ ഓഫ് ദ പ്രോബ്ലം തന്നിട്ടുള്ളത്. അപ്പം 120/15 ചെയ്താൽ നമുക്ക് 8 ആണ് ആൻസർ കിട്ടുക. നോക്കാം, 60 ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ്, മൈൻഡ് കാൽക്കുലേഷനാണ്. 15 എന്ന് പറഞ്ഞാൽ അതായത് 60 4 15 ടൈംസ് തന്നെ 60 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. അതിൻ്റെ ഡബിൾ ആണല്ലോ 120. അങ്ങനെയാണ് ഞാൻ 8 ചെയ്തത്. ഓക്കെ, സോ 8 ഐ ആണ് കാണുന്നത്. സോ ആംപിയർ. അപ്പം നമ്മളുടെ കറണ്ട് എന്താണ് 8 ആംപിയർ. ഐ ന്യൂ ഈക്വൽ ടു 8 ആംപിയർ. ഓക്കെ, ഐ ന്യൂ ഈക്വൽ ടു 8 ആംപിയർ. ഐ തിങ്ക് ദറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് പ്രോബ്ലം 12.5 ആണ്. എക്സാമ്പിൾ 12.5 ആണ്. I just read the problem for you. Resistance of a metal wire of length 1 meter is 26 ohm at 20 degrees Celsius. If the diameter of the wire is 0.3 millimeter, what will be the resistivity of the metal at the same temperature? Clear? അപ്പം ഇവിടെ ലെങ്ത് ഓഫ് ദ വയർ തന്നിട്ടുള്ളത് 1 മീറ്റർ ആണ്. ദെൻ ഇത്രയും ലെങ്ത് ഉള്ള വയർ, അതായത് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റൽ വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ, റെസിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത് 26 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വി ജസ്റ്റ് റൈറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. ഈ കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റ് നടക്കുന്ന ആ ടെമ്പറേച്ചറിലാണ്. ദെൻ ഡയമീറ്റർ 0.3 mm തന്നിട്ടുണ്ട്. അപ്പം റേഡിയസ് എന്തായിരിക്കും, അതിൻ്റെ ഹാഫ് ആയിരിക്കും 0.3/2. ക്ലിയർ? അപ്പം ഞാൻ ഒന്ന് പറയാം, ഇത് മില്ലിമീറ്ററിലല്ലേ, നമുക്കതിനെ മീറ്ററിലേക്ക് ആക്കാം. അതിന് മുന്നേ ഞാൻ ആ ഇങ്ങനെ 0.3 നമ്മൾ എന്ത് എഴുതുന്നു 3/10 എന്ന് എഴുതുന്നു. ക്ലിയർ? ഇത്രയും മില്ലിമീറ്റർ. അപ്പോൾ എനിക്കിവിടെ എന്ത് എഴുതാം 3/10 × 2 മില്ലിമീറ്റർ എന്ന് എഴുതാം. ഇനി അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പം 3/20 × 10⁻³ മീറ്റർ എന്നാക്കാം. ദെൻ നമ്മളോട് പറഞ്ഞത് റെസിസ്റ്റിവിറ്റി കാണാനാണ്. റെസിസ്റ്റിവിറ്റി റോ ആണ്. RA/L ആണ് ഇതിൻ്റെ ഇക്വേഷൻ. R റെസിസ്റ്റൻസ് ആണ്. എ എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ πr² ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ പൈയുടെ വാല്യൂ
നമുക്ക് ഈ പൈയുടെ വാല്യൂ നമുക്ക് രണ്ട് വാല്യൂ ഉണ്ട്. പൈക്ക് ഒന്നുകിൽ 22/7 കൊടുക്കാം, അല്ലെങ്കിൽ പൈക്ക് 3.14 കൊടുക്കാം. ഞാനിവിടെ ഇവിടെ പോയിന്റുള്ള വാല്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസുള്ള രണ്ട് ആൻസർ കിട്ടും. അത്രയും 3.14 ആണ് കൊടുക്കുന്നത്. ആറിൻ്റെ വാല്യൂ 3/20 × 10⁻³ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 314/100 എന്ന് എഴുതുന്നു. ഇതിനെന്ത് ചെയ്യുന്നു, 3/20 സ്ക്വയർ ചെയ്യുമ്പോൾ 3/20 3/20 രണ്ട് പ്രാവശ്യം വരും. 10⁻⁻6 വരും. എക്സ്പോണൻസിൻ്റെ റൂൾ -3 × 2 -6. ഇത് നമുക്ക് ഫൈനൽ റിസൾട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അവിടെയൊന്നും ഞാൻ സോൾവ് ചെയ്തിട്ടില്ല, ഇവിടെയൊന്നും ഞാൻ സോൾവ് ചെയ്തിട്ടില്ല. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആറിൻ്റെ വാല്യൂ 26, എയുടെ വാല്യൂ ആണ് 314/100 × 3/20 × 3/20 × 10⁻⁻6. ഓക്കെ, ഡിവൈഡഡ് ബൈ L 1. ആ 1 ഡിനോമിനേറ്റർ ആയിട്ടുള്ളത് നമുക്കൊരു പ്രശ്നമല്ല, അത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ ഐ ജസ്റ്റ് റീറൈറ്റ് ക്ലിയർലി. ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ഇതും സോൾവ് ചെയ്താൽ ഇവിടെ 10 വരും, 13 വരും. കംപ്ലീറ്റ് ആയിട്ടൊന്നും സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ദെൻ ഇത് സോൾവ് ചെയ്യുമ്പം 2 കൊണ്ട് കട്ട് ചെയ്തത് 10 വരും. ഇത് കട്ട് ചെയ്താൽ 1, 11 5, 14 7, 157. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഇവിടെ 157 × 13 ചെയ്യാം ആദ്യം. ഇതിന് 3 × 3 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 18369 × 10⁻⁻6. അടിയിലൊരു 100 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ 100, ഈ 0യും ഈ 0യും. അപ്പോൾ 1 2 3 4 1 2 3 4. അപ്പോൾ 1.8369 ഇതിന് ഡിവൈഡ് ചെയ്ത സീറോസ് ഉള്ളപ്പോൾ ജസ്റ്റ് ഡെസിമൽ ഇട്ടാൽ മതിയല്ലോ. × 10⁻⁻9. ഇത് റെസിസ്റ്റിവിറ്റിയാണ്. സോ അതിൻ്റെ യൂണിറ്റ് ഓം മീറ്ററാണ്. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. എന്താണ് അതിൻ്റെ കൂടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം സീറോസ് ഉള്ള നമ്പർ, അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ആദ്യം ഡിവിഷൻ ചെയ്തത്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് എത്ര ഈസിയാണ്. അതായത് സീറോസ് ഉള്ളത് അവിടെ നിലനിർത്തിയാൽ നമുക്ക് ഡിവിഷൻ ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടും ചെയ്യാം. അപ്പോൾ ഇനി നോക്കുക, നമുക്ക് 2 ഡെസിമൽ പോയിൻറ്റേ വേണ്ടതുള്ളൂ. ബട്ട് 3rd ഡെസിമൽ പോയിൻറ്റ് 6, അതായത് >5 ആണ്. സോ തൊട്ട ബാക്കിലുള്ള പ്രീസീഡിങ് നമ്പർ എന്താണ്, ജസ്റ്റ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. 6th പഠിച്ചതാണ് എസ്റ്റിമേഷൻ. ഇറ്റ് വിൽ ബിക്കം 1.84 × 10⁻⁻6 ഓം മീറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് തന്നിട്ടുള്ള ടേബിൾ 12.2 എന്ന് പറയുന്ന ടേബിളുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മളുടെ ആൻസർ 1.84 × 10⁻⁻6 ഓം മീറ്റർ ആണ്. 10⁻⁻6 ആ ഒരു റേഞ്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതേത് എന്താണ് മെറ്റലാണെന്ന്. 1.84 × 10⁻⁻6 നമുക്ക് മാംഗനീസിൻ്റെ റെസിസ്റ്റിവിറ്റി ആയിട്ടാണ് തന്നത്. സോ ദ മെറ്റൽ വിച്ച് ഈസ് യൂസ്ഡ് ഹിയർ
അല്ലെ ഇത് റെസിസ്റ്റിവിറ്റി, ഇത് ഏത് മെറ്റലിൻ്റെ റെസിസ്റ്റിവിറ്റി ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് മാംഗനീസ്. ക്ലിയർ? ഇറ്റ് ഇസ് മാംഗനീസ്. ഇറ്റ് ഇസ് മാംഗനീസ്. ഏത് മെറ്റലിൻ്റെ റെസിസ്റ്റിവിറ്റിയാണിത്? മാംഗനീസിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. അതെന്താണ്? ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഓൾറെഡി ദിസ് ആൻസർ. എന്താണ്? മാംഗനീസിൻ്റെ നേരെ. അത് ജസ്റ്റ് ആ ഒരു രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ടുഡേയ്സ് വർക്ക് ഈസ് ഓവർ. താങ്ക് യു.